ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്രെഡ് കൊണ്ടുള്ള വിഭവം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികൊന്നും കളയാതെ തന്നെ ഇതൊന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കോഴിമുട്ട കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുക്കാം. കോഴിമുട്ടയുടെ ആ നനവിൽ തന്നെ ബ്രെഡ് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ, മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ളൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും ഒരു പിടി മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും 4 തണ്ട് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. 3/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബ്രെഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. ഞാനിവിടെ അര കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു കോഴിമുട്ടയുടെ നനവിൽ തന്നെ ഇത് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് വെള്ളം എടുത്തതിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അത് കോഴിമുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസപ്പെടും. ഇനി കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഈ ഒരു കൂട്ട് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ നുള്ളിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം കേട്ടോ ഇടാൻ. എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഉൾഭാഗമൊക്കെ നല്ല പോലെ വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഈ ഒരു കൂട്ട് നമുക്ക് ഉണ്ടാക്കി അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്